ഹലോ, ടെക്നോ ടിപ്സറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന പിസ്റ്റൺ ജാമായ വണ്ടിയുടെ ഫുൾ എഞ്ചിൻ ഫിറ്റിങ്ങിൻ്റെ പാർട്ട് 9 വീഡിയോയാണ് ടെക്നോ ടിപ്സറിയിൽ ഇന്ന്. ഇതുവരെ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ എൻജിൻ സിലിണ്ടറും ഹെഡും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ചെയ്തത്. ക്യാം ഷാഫ്റ്റിൽ വരുന്ന ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആദ്യം തന്നെ ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് ടൈമിംഗ് ചെയിനിൽ ഇതുപോലെ കോർത്തെടുക്കണം. വാൽവ് ടൈമിംഗ് സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റിന്റെ പൊസിഷൻ ഒരു നോസ് പ്ലെയറോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ടൈമിംഗ് ചെയിൻ വീലിന്റെ പൊസിഷനും മാഗ്നറ്റിലെ ഈ ടി മാർക്കിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. മാഗ്നറ്റിൽ വരുന്ന ഈ ടി മാർക്കിങ്ങിന്റെ ലൈനും എൻജിൻ കേസിൽ വരുന്ന ഈ ലൈനും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നമുക്ക് ആദ്യം തന്നെ കോൺഫിഗർ ചെയ്ത് വെക്കണം. ഈ പൊസിഷനിൽ യാതൊരുവിധ ചേഞ്ചും വരാത്ത അവസ്ഥയിൽ ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റിൽ കാണുന്ന ഈ രണ്ട് ലൈനും എൻജിൻ ഹെഡിന്റെ പാരലായി വരികയും കൂടി ചെയ്താൽ നിങ്ങളുടെ വണ്ടിയുടെ വാൽവ് ടൈമിംഗ് പ്രോപ്പറായി സെറ്റായി എന്ന് പറയാം. ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് അഥവാ വീൽ ഈ പൊസിഷനിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം നോസ് പ്ലെയർ ഉപയോഗിച്ച് അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തത്. 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ടൈമിംഗ് ചെയിൻ വീൽ ക്യാം ഷാഫ്റ്റിൽ ഇനി ഉറപ്പിച്ച് നിർത്താം. ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് ഇതുപോലെ കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിൽ പിടിച്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ 2 ബോൾട്ടുകൾ നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നീളമുള്ള ഈ 2 ഹെഡ് ബോൾട്ടുകൾ നമുക്ക് ഇവിടെയും അതിന് തൊട്ട് താഴെയുമായി ഇട്ടതിന് ശേഷം ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് മാറി മാറി നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എൻജിൻ ഓയിൽ ലീക്കിംഗ് യാതൊരു വിധത്തിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു അല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗ്യാസ്കറ്റ് മേക്കർ ഹെഡിൻ്റെ ചുറ്റിലുമായി ഇതുപോലെ നേരിയ തോതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹെഡ് കവർ അഥവാ വാൽവ് കവറിൻ്റെ ചുറ്റിലുമായി ഈ കാണുന്ന ഗ്രൂവിലൂടെ ഒരല്പം അനാബോണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്താൽ എൻജിൻ ഓയിൽ ലീക്കിംഗ് നമുക്ക് യാതൊരു രീതിയിലും വരാതെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹെഡ് കവർ ഗ്യാസ്കറ്റ് അഥവാ വാൽവ് കവർ ഗ്യാസ്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഹെഡ് ബീഡിങ് ഇതുപോലെ ഗ്രൂവിനുള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തുമായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഹെഡ് ബീഡിങ്ങിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇതുപോലെ വലതുവശത്ത് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഹെഡിലേക്ക് കവറിങ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഹെഡ് കവറിങ്ങിന് 2 ബോൾട്ടുകളാണ് വരുന്നത്. ഒന്ന് ഇവിടെയുള്ളതും ഒന്ന് നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ഇവിടെയുമായി. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനറോ അല്ലെങ്കിൽ റിംഗ് സ്പാനറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 2 ഹെഡ് കവർ ബോൾട്ടുകളും മാറി മാറി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ടൈമിംഗ് ചെയിൻ ടെൻഷനർ ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനു മുൻപായി ഒരല്പം മനോബോണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ടെൻഷനറിൻ്റെ കൂടെ ഒരു മെറ്റൽ ഗ്യാസ്കറ്റും ഉണ്ടാകും. ഈ വണ്ടിയുടെ പഴയ ടെൻഷനറും ഗ്യാസ്കറ്റും റീയൂസ് ചെയ്യുന്നുണ്ട്. പുതിയ മെറ്റൽ ഗ്യാസ്കറ്റ് ഇടുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. ടൈമിംഗ് ചെയിൻ ടെൻഷനർ സിലിണ്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപായി നമുക്കൊരു കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ ഈ ഹോളിലൂടെ കടത്തിയതിന് ശേഷം ക്ലോക്ക് വൈസിൽ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉള്ളിലേക്ക് കയറിപ്പോകുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുഴുവനായി തിരിച്ചു കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ ഊരിയെടുത്താലും ടെൻഷനർ ആ പൊസിഷനിൽ തന്നെ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇതുപോലെ ടെൻഷനർ വെച്ചതിന് ശേഷം നമുക്ക് 2 10 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഉപയോഗിച്ച് ടെൻഷനർ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ടൈറ്റ് ചെയ്യുന്നതിനായി നമുക്ക് 10 മില്ലിമീറ്ററിൻ്റെ ടീ സ്പാനറോ അല്ലെങ്കിൽ റിംഗ് സ്പാനറോ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഉപയോഗിച്ച ഈ കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ ഈ ഹോളിനുള്ളിലൂടെ കടത്തിയതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ അഥവാ സ്ക്രൂ അഴിക്കുന്ന ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ടെൻഷനർ ടൈമിംഗ് ചെയിനിൽ ഓട്ടോമാറ്റിക്കായി ലോഡാവുന്നതാണ്. ഈ ഹോളിനുള്ളിലൂടെ പൊടിയും മറ്റും അകത്തേക്ക് കടന്നു പോകാതിരിക്കാനായി ടെൻഷനറിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ടർ മോട്ടോർ തിരികെ വയ്ക്കണം. 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് നമുക്ക് സ്റ്റാർട്ടർ മോട്ടോർ എൻജിൻ കേസിൽ ഫിക്സ് ചെയ്യാനുള്ളത്. ഒന്ന് ഇവിടെ വരുന്ന 8 മില്ലിമീറ്റർ ബോൾട്ടാണ്. രണ്ടാമത്തെ ബോൾട്ട് ഇടുന്നതിന് മുൻപായി ന്യൂട്രൽ വോൾട്ടേജ് ലൈൻ അഥവാ എർത്ത് ലൈൻ ഇതുപോലെ
ഫിക്സ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. ഇനി ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് 2 ബോൾട്ടുകളും നമുക്ക് മാറി മാറി പൂർണ്ണമായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഫുൾ എഞ്ചിൻ റിപ്പയറിംഗ് വീഡിയോ സീരീസിലെ അവസാന ഭാഗത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം. താങ്ക്